അടുത്തതാണ് എ ഡീക്കേഡ് കൗണ്ടർ ഈസ് എ ഡിജിറ്റൽ കൗണ്ടർ ദാറ്റ് കൗണ്ട്സ് 10 സ്റ്റേറ്റ് ടിപ്പിക്കലി ഫ്രം 0 to 9. ഡെസിമൽ നമ്പേഴ്സ് അതായത് 0 to 9 വരെ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡീക്കേഡ് കൗണ്ടർ ഓർ BCD കൗണ്ടർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ മോഡ് 10 കൗണ്ടർ ഓർ BCD ബൈനറി കോഡഡ് ഡെസിമൽ. അതായത് ഇതിന് മോഡ് 10 കൗണ്ടർ എന്നും BCD കൗണ്ടർ എന്നും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു n ബിറ്റ് ബൈനറി കൗണ്ടർ ആണെങ്കിൽ അതിന് 2n സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ ഒരു 2 ബിറ്റ് ബൈനറി കൗണ്ടർ ആണെങ്കിൽ 2 4 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ദെൻ ഒരു 3 ബിറ്റ് ബൈനറി കൗണ്ടർ ആണെങ്കിൽ അതിന് 2 8 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ ഒരു 4 ബിറ്റ് ബൈനറി കൗണ്ടർ ആണെങ്കിൽ അതിന് 2 16 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതായത് 4 ബിറ്റ് കൗണ്ടറിന് 2 16 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ വേണ്ടത് എന്താ? 0 to 9 വരെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 to 9 വരെ കൗണ്ട് ചെയ്യും. അതിനുശേഷം വരുന്ന 10 to 16 വരുന്ന വാല്യൂസ് അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് മോഡ് 10 കൗണ്ടർ അല്ലെങ്കിൽ ഡീക്കേഡ് കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു മോഡ് 4 കൗണ്ടറാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ മോഡ് 4 എന്ന് പറയുമ്പോൾ അവിടെ 4 സ്റ്റേറ്റ്സ് ആണ് വരേണ്ടത്. അപ്പോൾ അവിടെ വേണ്ടി വരുന്ന നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലായോ? 2 ബിറ്റ് കൗണ്ടറാണ് വേണ്ടത്. സോ ഇനി 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് വേണ്ടത്. അതുപോലെ മോഡ് 8 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും 3 ബിറ്റ് കൗണ്ടറാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് കൗണ്ടേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗർഡ് ക്ലോക്ക് പൾസ് നൽകിയിരിക്കുന്നത്. മറ്റെല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും തൊട്ട് മുന്നത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നുള്ള Q വാല്യൂ ആണ് ഇൻപുട്ടായിട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല JKയുടെ വാല്യൂ നമ്മൾ VCCയിലേക്കാണ് ഹൈയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം 9 വരെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. 1001 കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ടത് 1010 10 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറാണ്. പക്ഷേ നമുക്കിവിടെ 0 to 9 വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1010യിൽ 1 എന്ന് പറയുന്നതിനെ 0 ആക്കി മാറ്റണം അല്ലേ. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അതായത് 1 എന്ന് പറയുന്ന Q3 അതുപോലെ ഇവിടെ ഈ 1 എന്ന് പറയുന്നത് Q1ൻ്റെ വാല്യൂ ആണ്. സോ Q1 Q3 എന്ന് പറയുന്നത് ഒരു NAND ഗേറ്റിലേക്ക് കൊടുക്കുക. സോ ഒരു 9 കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും 000 എന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് BCD കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ if we give NAND of these two inputs to clear input then counter will be clear at 10 and again starts from beginning. ഇനി ഇതിൻ്റെ ക്ലോക്ക് പൾസ് ട്രൂത്ത് ടേബിൾ ആണ് നൽകിയിരിക്കുന്നത്. 0 to 9 വരെ കൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളവിടെ ഒരു NAND ഗേറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആഫ്റ്റർ 9 it will reset to 0000.